ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ AP വിഭാഗം പിളർന്ന പോലെ ഒരു പിളർപ്പിലേക്ക് പോകുമോ? ഈ കേക്ക് വിവാദം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഇടപെട്ട് ഇനി ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ നടത്തരുത് എന്ന മുന്നറിയിപ്പ് നൽകി എന്നുള്ള സൂചനകളുണ്ട്. അതവിടെ നിൽക്കുമായിരിക്കാം. പക്ഷേ സമസ്തയിൽ ഭിന്നിപ്പുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. ആരാണ് സമുദായത്തിൻ്റെ സംഘടന എന്നുള്ളതിൽ തർക്കം തുടരുകയാണ്. ഔദ്യോഗിക വിഭാഗം അല്ലെങ്കിൽ സമസ്തയിൽ ഒരു വിഭാഗം പരസ്യമായി തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ലീഗ് നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ തുടരുക തന്നെയാണ്. അല്ല, ആ വിഷയം തീർച്ചയായും അവിടെ തുടരുകയാണ്. ആ തർക്കങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ള തർക്കങ്ങളാണ്, കമ്മ്യൂണിറ്റിയുടെ സംഘടനയ്ക്കകത്തുള്ള തർക്കങ്ങളാണ്, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ, പലതരത്തിലുള്ള അജണ്ടകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് പരിഹാരം കാണാൻ ശേഷി സുന്നി സമസ്ത 100 കൊല്ലം മുമ്പ് രൂപപ്പെട്ട ഒരു സംഘടനയാണ്. അത്തരം ആഭ്യന്തര വിഷയങ്ങളെ നേരിടാനും അതിനെ പരിഹരിക്കാനുള്ള ആഭ്യന്തരമായ ശേഷി, ജനാധിപത്യമായ സംസ്കാരം അതിനകത്തുണ്ട്. അവരത് പരിഹരിക്കും. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശേഷിയുള്ള ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട്. നേരത്തെ ഞാൻ സ്ഥിരമായിട്ട് CPM വിമർശിക്കൽ മാത്രമാണ് പണി എന്ന് പറയുമ്പോൾ അല്ല, CPM ലാൽകുമാർ പറഞ്ഞത് പിന്നെ എൻ്റെ പ്രൊഫഷണൽ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ ഞാൻ ഒരു സ്വതന്ത്ര നിരീക്ഷകനായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങൾ നോക്കൂ. CPM അടക്കമുള്ള കക്ഷികളെ ഞാൻ വിമർശിക്കുമ്പോൾ പോലും ന്യായമായ കാര്യങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും പിന്തുണച്ചിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണം മാത്രം പറയാം. പിണറായി വിജയൻ സർക്കാർ 2016 വന്ന സമയത്ത് ആരോ എന്നോട് ചോദിച്ചു, എന്താണ് ഈ മുഖ്യമന്ത്രി എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞു, കണ്ണൂരെ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ 40 വർഷമായി കണ്ണൂരിനെ കണ്ണീരിൽ മുങ്ങിത്താത്തുന്ന അവസ്ഥയിൽ നിന്ന് കണ്ണൂരിനെ വിമോചിപ്പിച്ചാൽ അതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ പിണറായി വിജയൻ്റെ നേട്ടം യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിന് മുമ്പുള്ള നേട്ടമാണ്. ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തെ എന്നും അഭിനന്ദിച്ചിട്ടുണ്ട്, ഇന്നും അഭിനന്ദിക്കുന്നുണ്ട്. മറ്റ് പല കാര്യങ്ങളും വിമർശിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ വിഷയത്തിലെങ്കിലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. ലാൽകുമാർ അറിയില്ല, അത് അറിയുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷമാണ് എൻ്റെ ഒരു പുസ്തകം അറിയുന്നുള്ളത്. മാപ്പിള ആൻഡ് കോമ്രേഡ്സ് ആണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വായിക്കാൻ താല്പര്യമില്ല. P. ജയരാജൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ P. ജയരാജൻ എഴുതിയ പുസ്തകത്തിൽ ചില സ്ഥലങ്ങളിൽ എൻ്റെ പുസ്തകത്തിന് കൊട്ടേഷൻ ഉണ്ട്. അതെങ്കിലും അദ്ദേഹം വായിച്ചു നോക്കിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറും. അദ്ദേഹത്തിന് മാറുന്നില്ലെങ്കിലും നാട്ടുകാരായ ആളുകളുടെ അറിവിലേക്ക് കൊണ്ട് ഞാൻ പറയുകയാണ്, ആ തരത്തിലുള്ള ഏകപക്ഷീയമായ നിലപാടുകളല്ല ഞാൻ എടുക്കാറുള്ളത്. നിശ്ചയം. ശ്രീ എൻ പി ചെക്കുട്ടി, എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ലീഗിന് ഈ സമസ്ത സംഘടനയായി മാത്രം, കാരണം ലീഗ് സമസ്ത എന്നാൽ ലീഗ് എന്ന് ലീഗ് എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഒരു സമസ്ത സംഘടനയായി മാത്രം ലീഗിന് നിൽക്കാൻ പറ്റുമോ? കാരണം ലീഗിന് എല്ലാവരും വേണം എന്നൊരു സമീപനം ഇപ്പോൾ തുറന്ന രൂപത്തിൽ വരുന്നുണ്ട്. അവിടെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM വിമർശിക്കാനുള്ള ഒരു വഴി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട് യഥാർത്ഥത്തിൽ ലീഗിന് അങ്ങനെ ഒരു സുന്നി സംഘടനയായി മാത്രം നിൽക്കാൻ പറ്റില്ലല്ലോ ഒരു രാഷ്ട്രീയ സംഘടനയാകുമ്പോൾ. അപ്പോൾ ആ പ്രായോഗികത തുറന്നു പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ലീഗ് അങ്ങനെ ഒരിക്കലും ലീഗിൻ്റെ സ്വഭാവം മറച്ചു വെച്ചിട്ട് ലീഗ് ഉണ്ടായ കാലം മുതൽ മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. മുസ്ലിം ലീഗിനകത്ത് മതപരമായിട്ടുള്ള ചിന്തകളില്ലാത്ത ആളുകളുണ്ടാവില്ലേ? മുസ്ലിം ലീഗിനകത്ത് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകളുണ്ടാവില്ലേ? അപ്പോൾ സുന്നികൾക്കിടയിലുള്ള ഭിന്നതകൾ അതിനകത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദുകളുണ്ട്, മറ്റ് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ലീഗിൻ്റെ ലീഡർഷിപ്പിൽ E. അഹമ്മദ് മുജാഹിദ് ആയിരുന്നല്ലോ, P. സീതി ഹാജിയെ പോലെ ആൾ മുജാഹിദുകളായിരുന്നല്ലോ. അങ്ങനെ പല തരത്തിലുള്ള സലാമിനെ പോലെ ആളുകൾ മുജാഹിദുകളാണ്. അങ്ങനെയുള്ള ആളുകൾ കൂടി എല്ലാ കാര്യത്തും അതെ, PMA സലാം അടക്കമുള്ള ആളുകൾ ലീഗിൻ്റെ തുടക്കം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്ത് KM മൗലവിയെ പോലെ ആൾ, KM സീദിയെ പോലെ ആൾ, സീദ് സാഹിബ് യഥാർത്ഥ മുസ്ലിം മുജാഹിദ് പാരമ്പര്യമുള്ള ആളാണ്. ആ തരത്തിലുള്ള ധാരാളം ആളുകൾ മുസ്ലിം ലീഗിൽ, ഇപ്പോൾ CH പോലെ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അത് പറയാലോ. CH മുജാഹിദ് പാരമ്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ആ നിലക്ക് നോക്കിയാൽ ലീഗ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ദളിത് ലീഗ് ഉണ്ടല്ലോ, ദളിതരായിട്ടുള്ള ആളുകളെ അവർ വേറെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വിശാലമായ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായ, സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണമാണ് അവർ ലക്ഷ്യമിടുന്നത്. അല്ലാണ്ട് ആഭ്യന്തരമായ മതപരമായ പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കുകയില്ല. കാരണം ലീഗ് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വളർച്ച നേടിക്കൊടുത്ത, മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് നയിച്ച ഒരു പ്രസ്ഥാനമാണിത്. ആ നിലയിൽ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത്തരം ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗിനെ കുത്തിനോവിക്കാനുള്ള ശ്രമങ്ങൾ ചില രാഷ്ട്രീയ കക്ഷികളെ താല്പര്യത്തിന് വേണ്ടി നടത്തുന്നതാണ്. ആ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. കാരണം ലീഗിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
Debate with Smriti Parathikkad.